നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന വിഡ്ജറ്റ് എന്ന് പറയുന്നത് റോ ആൻഡ് കോളം വിഡ്ജറ്റ് ആണ്. സോ റോ ആൻഡ് കോളം വിഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് തവണ നമ്മുടെ ഫ്ലട്ടർ ആപ്ലിക്കേഷൻ്റെ ലേഔട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന രണ്ട് വിഡ്ജറ്റുകളാണ് റോ ആൻഡ് കോളം എന്ന് പറയുന്നത്. നമുക്ക് ഒരു റോക്കുള്ളിൽ നമ്മൾ കോളം ക്രിയേറ്റ് ചെയ്യും, അതുപോലെ കോളത്തിനുള്ളിൽ നമ്മൾ റോ ക്രിയേറ്റ് ചെയ്യും. സോ റോ കോളം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ റോ കോളം എന്ന് പറയുന്ന അതേ ഒരു കൺസെപ്റ്റാണ്. റോ എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ടായിരിക്കും. സോ നമുക്ക് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് ഒരുപാട് ചൈൽഡ് എലമെൻറ്റുകൾ, ചൈൽഡ് വിഡ്ജറ്റുകൾ ഇതുപോലെ കൊടുക്കാൻ സാധിക്കും. കോളത്തിലാണെങ്കിൽ നമുക്ക് മുകളിൽ നിന്നും ടോപ്പ് ടു ബോട്ടം നമുക്കിതുപോലെ ചൈൽഡ് വിഡ്ജറ്റുകൾ ഇതുപോലെ കൊടുക്കാൻ സാധിക്കും. സോ നമ്മൾ ഈ കാണുന്ന ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ടുള്ള റോയുടെ ആക്സിനെ നമ്മൾ മെയിൻ ആക്സിസ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇതിനെ ഹൊറിസോണ്ടൽ ആക്സിസിനെ നമ്മൾ മെയിൻ ആക്സിസ് എന്ന് പറയുന്നു, വെർട്ടിക്കൽ ആക്സിസിനെ നമ്മൾ ക്രോസ് ആക്സിസ് എന്ന് പറയുന്നു. അതുപോലെ കോളത്തിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് വെർട്ടിക്കൽ ആക്സിസിനെ മെയിൻ ആക്സിസ് എന്നും ഹൊറിസോണ്ടൽ ആക്സിസിനെ നമ്മൾ ക്രോസ് ആക്സിസ് എന്നും വിളിക്കുന്നു. സോ ഈ ആക്സിസ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ചൈൽഡ് വിഡ്ജറ്റുകൾ അലൈൻ ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് ഈ ഒരു റോ ആൻഡ് കോളം വിഡ്ജറ്റ് നമുക്ക് എങ്ങനെ നമ്മുടെ ആപ്ലിക്കേഷനിൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ VS കോഡ് ഓപ്പൺ ചെയ്യുന്നു. VS കോഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാനിവിടെ ഓൾറെഡി പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. റോ കോളം ഡോട്ട് ഡാർട്ട് എന്ന് പറയുന്ന പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതിനുള്ളിൽ ഞാനൊരു സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റാണ് ക്രിയേറ്റ് ചെയ്തത്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലെ ഫയലിൽ നിന്നും കോപ്പി ചെയ്തതാണ്. സോ അതിനുള്ളിൽ നമ്മൾ ബോഡി നൾ കൊടുത്തിട്ടുണ്ട്. സോ നമുക്കിവിടെ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പേജ്, ഒരു സ്ക്രീൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു റോ ആണ്. റോക്കുള്ളിൽ നമ്മൾ വിഡ്ജറ്റുകൾ നമ്മൾ കൊടുക്കുന്നത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ടായിരിക്കും. സോ നമ്മൾ ചെയ്യേണ്ടത് ബോഡിക്കുള്ളിൽ വന്നതിന് ശേഷം നമ്മളിവിടെ റോ ഒന്ന് കൊടുക്കുക. റോ എന്ന് പറയുന്ന വിഡ്ജറ്റ്. സോ റോ എന്ന് പറയുന്ന വിഡ്ജറ്റിനുള്ളിൽ നമുക്ക് ആദ്യം വരുന്ന പ്രോപ്പർട്ടി കൺട്രോൾ പ്ലസ് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എല്ലായ്പ്പോഴും ചെയ്യുന്ന പോലെ നമുക്ക് എല്ലാ പ്രോപ്പർട്ടീസും കാണാൻ സാധിക്കും. സോ മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. സോ നമ്മൾ നേരത്തെ കൊടുത്തിരുന്നത് ചൈൽഡാണ്. ചൈൽഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വിഡ്ജറ്റ് മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. സോ നമ്മൾ ചിൽഡ്രൻ ആണ് കൊടുക്കുന്നതെങ്കിൽ ഇതൊരു ലിസ്റ്റാണ്, ലിസ്റ്റ് ഓഫ് വിഡ്ജറ്റ് ആണ്. സോ നമുക്ക് ഒന്നിൽ കൂടുതൽ വിഡ്ജറ്റുകൾ കൊടുക്കാൻ സാധിക്കും. സോ നമ്മൾ ചിൽഡ്രൻ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു കണ്ടെയ്നർ വിഡ്ജറ്റാണ്. ഓക്കെ, ഒരു കണ്ടെയ്നർ വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ വിഡ്ത്ത് നമ്മൾ നേരത്തെ പഠിച്ചാണ്. വിഡ്ത്ത് നമ്മൾ ഒരു 100 കൊടുക്കാം, 100. അതുപോലെ ഹൈറ്റ് 100 കൊടുക്കാം. അതുപോലെ നമുക്ക് കളർ, നമുക്ക് ഏത് വിഡ്ജറ്റും നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കും. നമ്മൾ ഒരു എക്സാമ്പിളിന് വേണ്ടി മാത്രമാണ് കണ്ടെയ്നർ കൊടുക്കുന്നത്. സോ നമുക്ക് കളേഴ്സ് എന്ന് പറയുന്ന ക്ലാസ് കളേഴ്സ് ഡോട്ട് നമുക്ക് ബ്ലൂ കളർ കൊടുക്കാം. ബ്ലൂ കളർ കൊടുക്കാം. ഓക്കെ, സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ബ്ലൂ കളർ കണ്ടെയ്നർ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്കറിയാം നമുക്ക് ഒന്നിൽ കൂടുതൽ വിഡ്ജറ്റുകൾ നമുക്കിവിടെ കൊടുക്കാൻ സാധിക്കും. സോ ഞാൻ ഇത്രയും കണ്ടെയ്നർ ഭാഗം ഞാൻ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്ത് താഴോട്ട് പേസ്റ്റ് ചെയ്യുന്നു, 2 തവണ പേസ്റ്റ് ചെയ്യുന്നു. സോ ഇവിടെ കോമ കൊടുക്കുക. അതാണ് നമുക്കിവിടെ ഒരു എറർ വരുന്നത്. എല്ലായിടത്തും ഓരോ വിഡ്ജറ്റ് കഴിഞ്ഞാൽ നമ്മളിതുപോലെ കോമ കൊടുക്കുക. സോ രണ്ടാമത്തെ കണ്ടെയ്നറിൻ്റെ കളർ ഞാൻ കളർ ഡോട്ട് പർപ്പിൾ കൊടുക്കാം, കളർ ഡോട്ട് പിങ്ക് കൊടുക്കാം. ഓക്കെ, പിങ്ക്. മൂന്നാമത്തേത് നമ്മൾ പർപ്പിൾ കൊടുക്കാം, പർപ്പിൾ കൊടുത്ത ശേഷം നമുക്ക് സേവ് ചെയ്യാം. സോ ഇപ്പോൾ നമ്മൾ 3 ചൈൽഡ് വിഡ്ജറ്റ് നമ്മൾ ഈ ഒരു റോക്കുള്ളിൽ കൊടുത്തു കഴിഞ്ഞു. റോ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. നമുക്ക് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് ഇതുപോലെ നമുക്ക് നമ്മുടെ വിഡ്ജറ്റുകൾ കൊടുക്കാൻ സാധിക്കും. സോ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കണ്ടെയ്നർ വിഡ്ജറ്റ് മാത്രമല്ല ഏതൊരു വിഡ്ജറ്റും വേണമെങ്കിൽ കൊടുക്കാം. ഒരു കണ്ടെയ്നറിനുള്ളിൽ നമുക്ക് മറ്റു കോളം, റോ വിഡ്ജറ്റ് എന്നിവ കൊടുക്കാൻ സാധിക്കുന്നതാണ്. സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ അലൈൻമെൻ്റ് ആണ്. സോ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ഇത് റോക്കുള്ളിൽ മെയിൻ ആക്സിസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ്. സോ അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ ഡിഫോൾട്ടായിട്ട് ഈ ഒരു ലെഫ്റ്റിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മളിവിടെ വന്നതിന് ശേഷം മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ്. സോ മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് ഡോട്ട് സ്റ്റാർട്ട് എന്ന് പറയുന്ന പൊസിഷനാണ് ഡിഫോൾട്ടായിട്ട് ഉണ്ടായിരിക്കുക. സോ നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു മാറ്റം ഉണ്ടായിരിക്കില്ല. പിന്നെ വരുന്നത് എൻഡ് എന്ന് പറയുന്നതാണ്. എൻഡ് കൊടുത്ത ശേഷം നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടന്റ് നിങ്ങൾക്ക് കാണാം. നമുക്ക് റൈറ്റിലോട്ട് പോകുന്നതായിരിക്കും. പിന്നെ വരുന്നതാണ് സെൻറ്റർ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സെൻറ്റർ. സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെൻറ്ററിലോട്ട് വരുന്നതായിരിക്കും. അതുപോലെ സ്പേസ് ബിറ്റ്വീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, എന്ന് പറയുന്ന ഓപ്ഷൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ആദ്യത്തെ വിഡ്ജറ്റ് നമുക്ക് ലെഫ്റ്റിലെ ബോർഡറിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അവസാനത്തെ വിഡ്ജറ്റ് നമുക്ക് റൈറ്റിലെ ബോർഡറിലായിരിക്കും. അതിനിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അതുപോലെയുള്ളതാണ് സ്പേസ് എറൗണ്ട്. സോ നമുക്ക് ആവശ്യമുള്ള
സോ നമ്മുടെ ആപ്ലിക്കേഷന് ഏതൊരു ഓപ്ഷനാണ് ആവശ്യം, ഏതൊരു അലൈൻമെൻ്റ് ആണ് ആവശ്യം, അതിനനുസരിച്ചുള്ളത് കൊടുക്കാം. സ്പേസ് അറൗണ്ട് എന്ന് പറയുന്നത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ലഭിക്കും. നമുക്ക് സ്ക്രീനിൻ്റെ ബോർഡറിൽ നിന്നും നമുക്ക് ചെറിയൊരു സ്പേസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ അവസാനമായി സ്പേസ് ഈവൻലി എന്ന് പറയുന്ന ഓപ്ഷൻ, സ്പേസ് ഈവൻലി സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് ബോർഡറിൽ നിന്നും സ്ക്രീനിൻ്റെ റൈറ്റ് ബോർഡറിൽ നിന്നും ഓരോ വിഡ്ജറ്റിനിടയിലുള്ള ഗ്യാപ്പും ഒരേ ഡിസ്റ്റൻസ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. ഇതാണ് സ്പേസ് ഈവൻലി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ വിവിധ തരത്തിലുള്ള ഒരു ഓപ്ഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്, നമ്മളിത് സ്റ്റാർട്ടിലോട്ട് തന്നെ കൊണ്ടുവരുന്നു. സ്റ്റാർട്ട്, ഓക്കെ, സ്റ്റാർട്ട് സേവ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് കോളമാണ്. ഓക്കെ, സോ നമ്മളിപ്പോൾ പഠിച്ചത് റോ ആണ്. സോ നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്ന വിഡ്ജറ്റ് കോളമാണ്. സോ നമ്മൾ റോക്ക് പകരം ഇവിടെ കോളം എന്ന് കൊടുക്കുക. സെയിം കൺസെപ്റ്റാണ്. കോളം ആകുമ്പോൾ നമുക്ക് വെർട്ടിക്കൽ ആയിരിക്കും ലഭിക്കുക, താഴോട്ടായിരിക്കും ലഭിക്കുക. റോ ആകുമ്പോൾ നമുക്ക് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ടായിരിക്കും, നമ്മൾ നേരത്തെ പഠിച്ച പോലെ. സോ നമ്മൾ കോളം എന്ന് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ താഴോട്ട് ലഭിക്കുന്നു. സോ നമ്മൾ നേരത്തെ കൊടുത്ത സ്പേസ് ഈവൻലി ആയതുകൊണ്ടാണ് നമുക്കിതുപോലെ ലഭിച്ചത്. സോ നമുക്ക് സ്പേസ്, നമുക്ക് ബാക്കിയെല്ലാം നോക്കാം. സ്റ്റാർട്ടാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ മുകളിൽ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ എൻഡ് ആണെങ്കിൽ നമുക്ക് താഴെ ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ വിഡ്ജറ്റുകൾ നമുക്ക് താഴെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ സെൻറ്റർ ആണെങ്കിൽ സെൻറ്ററിൽ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സെൻറ്ററിൽ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ഏതൊരു വിഡ്ജറ്റും ഇതുപോലെ കൊടുക്കാം. ഇമേജ് വിഡ്ജറ്റും ഐക്കൺ വിഡ്ജറ്റ് എല്ലാം നമുക്ക് ഇതുപോലെ കൊടുക്കാം. സോ നമ്മളൊരു എക്സാമ്പിൾ വേണ്ടി മാത്രമാണ് നമ്മളിവിടെ കണ്ടെയ്നർ കൊടുക്കുന്നത്. സോ നമുക്ക് സ്പേസ് ബിറ്റ്വീൻ ആണെങ്കിൽ സ്പേസ് ബിറ്റ്വീൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. ആദ്യത്തെ വിഡ്ജറ്റ് ഏറ്റവും മുകളിലായിരിക്കും, അവസാനത്തെ വിഡ്ജറ്റ് സ്ക്രീനിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തായിരിക്കും. സോ ആ രീതിയിലായിരിക്കും അത് അറേഞ്ച് ചെയ്യുന്നത്. സോ സ്പേസ് ബിറ്റ്വീൻ്റെ ശേഷമുള്ളത് സ്പേസ് അറൗണ്ട് ആണ്. സ്പേസ് അറൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ മുകളിലും താഴെയും നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് ലഭിക്കുന്നതായിരിക്കും. അവസാനമായി സ്പേസ് ഈവൻലി ആണെങ്കിൽ മുകളിലും താഴെയും മറ്റു വിഡ്ജറ്റുകൾക്കിടയിലും നമുക്ക് സെയിം ഡിസ്റ്റൻസിലുള്ളൊരു സ്പേസ് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് മെയിൻ ആക്സസ് അലൈൻമെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. സോ ഇത്തരത്തിൽ നമുക്ക് കോളം ആൻഡ് റോ വിഡ്ജറ്റ് ഉപയോഗിക്കാം. സോ നമ്മൾ വരുന്ന ചാപ്റ്ററുകളിൽ നമ്മൾ എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും.